ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. ആ വീഡിയോയും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ആർക്കാ ചോദിച്ചാൽ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തീൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആള് പിന്നെ പഠിക്കൊന്നുമല്ല, ഇപ്പോൾ ജോലിയൊക്കെ ആയി LD ക്ലർക്കായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാളികാവാണ്. പേര് അനു എന്നാണ് കേട്ടോ പേര്. അവൾക്ക് ഇതിൻ്റെ മുന്നേ ഫയർ വുമണായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഓരോ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പൂക്കുടുംബാടത്ത് തന്നെയാണ്, കുറച്ചാണ് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൽ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഓരോ വീടിൻ്റെ അടുത്തെത്താൻ നേരത്ത് മയിലിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് തൊട്ടിറങ്ങിയപ്പോഴത്തേന് ഒരു ആനേനുണ്ട് കേട്ടോ, വണ്ടിയിൽ കൊണ്ടുപോണ്. പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ആനേനെ ഫോക്കസ് ചെയ്ത് നിന്നു, ക്യാമറ വല്ലാതെ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് വീട്. അപ്പോൾ വീടിൻ്റെ അപ്പുറത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ലച്ചുമോളാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നു, വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്കനും കൂട്ടിനൊന്നും വന്നിട്ടില്ല. ഒരു 11:30 ആകുമ്പോഴത്തേന് എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, വിത്ത് ഫാമിലി ആയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ മുകളിൽ പോയിട്ട് ഒന്നുകൂടെ ആ വ്യൂ ഒന്ന് കണ്ടതാട്ടോ. അതാ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. മുകളിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ ഉള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഒറ്റയ്ക്കാവുമ്പോഴൊക്കെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ സംഭവങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം മക്കളൊക്കെ മുകളിലായിരുന്നു. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് ഇട്ടുങ്ങാണ്ട് അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ മുകളിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചെക്കൻ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇടക്കരന്നാണ് കേട്ടോ. പിന്നെ അവന് എന്താ ആർമിയിലോ മറ്റോ ആണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ അതാ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊരു റീൽസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അവിടുന്ന് തന്നെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫറും തന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, സജീവ് ബ്രോ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. ഞങ്ങൾ കപ്പിൾസായിട്ടും അല്ലാതെയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ അവിടുന്ന് പോന്ന് ഒരു 4 മണിയൊക്കെ ആവാൻ നേരത്ത് പോന്നു കേട്ടോ. പോന്ന് വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് പിന്നെ കൊടയും കോട്ടും സംഭവങ്ങളൊക്കെ എടുത്ത് ഒന്നുകൂടെ പോരാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോണത് നെടുങ്കായം പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, കരുളായിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോണിലും തന്നെ ചാർജ് പറ്റ കുറവായിരുന്നു. ചാർജ് ഫുള്ളാക്കിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീഡിയോസും ഞാൻ പറഞ്ഞല്ലോ റീൽസൊക്കെ എടുത്തു തോന്നും. അപ്പോൾ കുറച്ച് കുറവായിട്ടോ. നമ്മൾ ഐഫോണിലുള്ളൊരു ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് ചാർജ് നിൽക്കില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജും പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. അതുപോലെ തന്നെ ചാർജും പെട്ടെന്ന് കഴിയും കേട്ടോ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. നെറ്റും കൂടെ ഓണാക്കിയാൽ വീണ്ടും പറയും വേണ്ടിയില്ല. അപ്പോൾ അതാ കണ്ണനില്ല കേട്ടോ നമ്മുടെ വണ്ടിയിൽ. കണ്ണനൊക്കെ മറ്റേ വണ്ടിയിലാണ്. 3 വണ്ടി ഉണ്ട് കേട്ടോ. ഒന്ന് ഗേൾസ് മൊത്തത്തിലുള്ളതുണ്ട്, പിന്നെ ഒന്ന് ബോയ്സ് മൊത്തത്തിൽ കുട്ടികൾസും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള അങ്ങനെ 3 വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. 3 അല്ല 4 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടനും വൈഫും ഓരുള്ള വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും തന്നെ വീട്ടിലൊന്ന് കയറിയിട്ട് കുടയും സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇതിപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുടയും കാര്യങ്ങളൊന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫോറസ്റ്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്ത് മഴ പെയ്താൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണേ. അപ്പോൾ അതാ ഇത് ഏകദേശം എത്താനായിട്ടുണ്ട്. ഇത് കരിമ്പുഴപ്പാലാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഷിബടൻ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ അടുത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ സ്ഥലം പിന്നെ ഇപ്പോൾ അടുത്തൊക്കെ ഞാൻ കുറേ റീൽസായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നു പോയതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ വണ്ടിയാണ് കേട്ടോ ഫസ്റ്റ്. ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാണ്, പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തായാലും കയറി ടിക്കറ്റൊക്കെ എടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെയാണ് ടിക്കറ്റ് ഉള്ളത് കേട്ടോ. ഇവിടെ നിർത്തിയിട്ട്
ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നടന്ന് പോകണമെങ്കിൽ നടന്ന് പോകാം, നടന്ന് പോകാനാണെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട് ഉള്ളിലേക്ക്. അപ്പം നമ്മളെന്തായാലും വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ തന്നെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിന് ശേഷം അങ്ങോട്ട് ഇതാ കണ്ടോ, ഇതുപോലത്തെ ഫോറസ്റ്റാണ്. ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ പറഞ്ഞ പോലെ തന്നെ നല്ല കാടാണ് കേട്ടോ. ഇടയ്ക്ക് വണ്ടികൾ പോകുന്നുണ്ട്. ഇതൊക്കെ അവിടുന്ന് വിസിറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്തായാലും സൂപ്പർ പ്ലേസസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ റോഡ് കാട്ടിലൂടെ ഉള്ളതായതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് മോശമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റോട്ടിൽ നമ്മുടെ ആന ഉണ്ട് എന്നുള്ളതിനുള്ള സിഗ്നലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആന ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ പോവാൻ. നമ്മളേതായാലും ആനേനെയൊന്നും കണ്ടില്ല. ഏട്ടൻ അങ്ങനെ പറയണ്ടായിട്ടോ, ആനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വൈബായനല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതാ ഇത് കുറച്ചിങ്ങോട്ട് പോന്നാൽ നമുക്കൊരു കൂപ്പ് കാണാം കേട്ടോ. ഇതാ കണ്ടോ, മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ലേലത്തിനെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകണതാണ് കേട്ടോ. ഏതെങ്കിലും ടീമൊക്കെ വന്നിട്ട് അങ്ങനെ ആവശ്യത്തിന് ലേലത്തിനെടുത്തിട്ട് പിന്നെ ഒന്നിച്ച് അങ്ങനെ മുറിച്ചിട്ട് കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ്. ഇതാ കണ്ടോ, ഒത്തിരി മുറിച്ചിട്ടുണ്ട്. തേക്കാണ് കേട്ടോ, ഇത് മൊത്തവും തേക്കാണ്. അപ്പോൾ കൂപ്പിലും തന്നെ ഒത്തിരി പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, അത് കുറേ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഞാനിതിങ്ങനെ വണ്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ ഇറങ്ങാതെ എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ചുകൂടെ പോന്നപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഒരു പുഴേൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കരിമ്പുഴ തന്നെയാണിത് സംഭവം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബംഗ്ലാവുണ്ട്. അപ്പോൾ ആ ബംഗ്ലാവിൽ കുറേ മുന്നേ ഏതോ ഒരു സായിപ്പ് വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ആ മൂപ്പരാണ് ഇവിടെ ഇതൊക്കെ ഈ തേക്കും സംഭവങ്ങളൊക്കെ കുഴിച്ചിട്ടത്. മൂപ്പരിവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇവിടുന്ന് പോകാൻ അധികം താല്പര്യം ഉണ്ടായില്ലത്രേ. അപ്പം ഇവിടെ തന്നെ നിന്നതായിരുന്നു എന്ന്. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഫോറസ്റ്റ് ഏരിയ ആക്കിയിട്ട് അങ്ങനെ എടുത്തതാണ് ചെയ്തത് കേട്ടോ. പിന്നെ പാലവും സംഭവങ്ങളൊക്കെ വന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാനുള്ള വഴികളൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ 2 പ്രതിമകളുണ്ട്. ഇതവിടെ ഉണ്ടായിരുന്ന എന്തോ പേരിപ്പോൾ ഞാൻ ഓർക്കണില്ല, പേരുണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കറക്റ്റ് കിട്ടണില്ല. അതാ കണ്ടോ, അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, സൂം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പേര് അപ്പോൾ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു, മൈൻഡിൽ മറന്നുപോയി, സോറി. അപ്പോൾ അതാ നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലത്തിൻ്റെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് കുളിക്കും ഇതൊക്കെ ആക്കുകയൊക്കെ ചെയ്യായിരുന്നു. നമുക്ക് പുഴയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. പുഴയിൽ നിന്ന് 1-2 പേര് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അത് നിർത്തലാക്കിയതാണ്. ഇവിടേക്ക് നല്ലോണം ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിർത്തിയതാണ്. ഇപ്പം പിന്നെ പറഞ്ഞാൽ മഴയും കൂടെ പെയ്തിട്ട് നല്ല ഒഴുക്കുമുണ്ട്, നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് തന്നെ വ്യൂ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് പോയത്. കാരണം മഴ പെയ്യുമോ അറിയില്ല, കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ മഴ പെയ്താൽ കുടുങ്ങുമായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു, വെയിലും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് പാലം. കുറേ മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, എത്രയാ 37-ലെങ്ങാണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഇതുവരെ അതിനൊരു പ്രോബ്ലം വന്നിട്ടില്ല കേട്ടോ. നെട്ടും ബോൾട്ടും ഒക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നിന്നിട്ട് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതിൽ, വീഡിയോസ് മാത്രം തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതാ കണ്ടോ, എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ, കുട്ടികളും എല്ലാവരും കൂടെ ആകുമ്പോൾ. പക്ഷേ പാലത്തുമ്മ കൂടെ പോകുമ്പോൾ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം 1-2 സ്ഥലത്തൊക്കെ ഇങ്ങനെ വിടവുണ്ടാകുമ്പോൾ കുട്ടികളെങ്ങാനും എത്തി നോക്കിയാലൊക്കെ പ്രോബ്ലം അല്ലേ. പിന്നെ അതാ ഇതിങ്ങനെ നടന്നു പോകണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അമൃത ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃത അങ്ങനെ പറയായിരുന്നു ഓരോ സ്ഥലം. ഇതങ്ങോട്ട് ഉള്ളിൽ കാട്ടിക്കാണ് കേട്ടോ പോണത്. പിന്നെ ഈ പോണത് നമ്മൾ സായിപ്പിൻ്റെ കല്ലറയിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ അങ്ങോട്ടാണ് പോണതെന്ന്. വെറുതെ എന്താ നമ്മൾ ഇവിടെ വന്നിരിക്കുക എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയതായിരുന്നു കേട്ടോ. പിന്നെ ചെന്ന് കണ്ടപ്പോഴാണ്, ഇത് കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ബാക്കിലൊരു കല്ലറുണ്ടെന്ന് കണ്ടോ. പിന്നെ എന്നോട് അമൃത പറഞ്ഞു അപ്പുറത്ത് പോയി എടുത്ത് നോക്കുക, അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കണ്ടോ, ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവൂല കല്ലറയാണോ അല്ലേന്നൊക്കെ കേട്ടോ. പേരും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഇങ്ങോട്ട് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പേരൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടിടാമെന്നും പറഞ്ഞ് അനിയനോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ
ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ നല്ലതാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ നമ്മുടെ സായിപ്പിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, സൂപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹം. അപ്പോൾ മൂപ്പരാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. ആനക്കോട്ടുണ്ട് ഇവിടെ, അപ്പോൾ അവിടെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു പോകാൻ കേട്ടോ. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒത്തിരി ടോട്ടോ എന്ന് പറയുന്ന കമൻറ്റുകൾ എനിക്ക് കുറേ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആവർത്തിച്ച് ടോട്ടോ പറയണ്ടില്ലേ, അതെന്തോ അറിയില്ല, അത് അങ്ങോട്ട് വരുന്നതാണ്. മാക്സിമം ഇനിയും കുറയ്ക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ഇതാ പോണ വഴിയിലായിട്ട് അവിടുത്തെ കുട്ടികൾ പിന്നെ പന്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ട്രൈബൽ ഏരിയസിൻ്റെ ബദൽ സ്കൂൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടുത്തവർക്ക് മൊത്തവും എല്ലാതും ഇവിടേക്കായിട്ട് കൊണ്ട് കൊടുക്കും കേട്ടോ ഗവൺമെൻറ് മൊത്തം. ഇനിയിപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആഴ്ചയിലായിട്ട് ഇങ്ങോട്ട് വന്ന് അവരെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ കണ്ണനും അനി ആദി നകുലൻ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ. അവിടുത്തെ കുട്ടികളും പിന്നെ ആരോ വന്നവരുണ്ട് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് 2-3 വലിയ ചെക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതാണ് തോന്നുന്നത്, അവരെ കണ്ടിട്ടാണ് പോയത്. നകുലൻ ഗോളടിച്ച് എന്തായാലും ഒന്ന് ചെടിയിൽ വീണിട്ടുണ്ട്. ഇതാ കണ്ടോ, മൊത്തം ചെടിയായിട്ടുണ്ട്. കുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, പരിചയമൊന്നും വേണ്ട. ഇതാ കണ്ടോ, കണ്ണനൊക്കെ ഓടിപ്പോവാണ്, ആരും അറിയൊന്നുമില്ല. ഞങ്ങളവിടെ നിൽക്കുന്നുണ്ട്, എന്തായാലും നോക്കി നിൽക്കുകയാണ് എന്താ ചെയ്യണമൊക്കെ നോക്കിയിട്ട് കേട്ടോ. അവർക്ക് പിന്നെ പരിചയമോ ഒന്നും വേണ്ടല്ലോ. കളിയെന്ന് കണ്ടാൽ അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ കണ്ടാൽ അവർക്ക് അതാണല്ലോ, അവർ എൻജോയ് ചെയ്യട്ടെ. അതാ കണ്ടോ, കണ്ണനൊക്കെ ഓടുന്നുണ്ട്. അവരൊന്നും സത്യം പറഞ്ഞാൽ ബോൾ കളിച്ച് അധികം പരിചയമൊന്നുമില്ല കേട്ടോ. ഇവിടെ പറയുമ്പോൾ അധികം പിള്ളേരൊന്നുമില്ല ആൺകുട്ടികൾ കളിക്കാൻ. പിന്നെ അവിടെ തറവാട്ട് പോകുമ്പോൾ ആദീൻ്റെ കൂടെ കളിക്കണേ അതേ അറിയുള്ളൂ കേട്ടോ. എന്തായാലും അവരൊക്കെ നുള്ളിപ്പെറുക്കി ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ നടന്നു കേട്ടോ. കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ ആനപ്പന്തീൻ്റെ അടുക്കി. അപ്പോൾ ഇതാ 2 സൈഡിലായിട്ട് കുറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ പോയാൽ കോളനിയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോളനിയിലേക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ അവർക്ക് എന്തൊക്കെയോ ആണ്, ബദൽ സ്കൂൾ അങ്ങനെ എന്തൊക്കെയോ. പിന്നെ അതുപോലെ തന്നെ ക്ലബ്ബുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മഴ ഇല്ലാഞ്ഞത് ഞങ്ങളൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം ഒത്തിരി നടക്കാനുണ്ട്. ഞങ്ങൾ വണ്ടി നിർത്തിയോടത്തുനിന്ന് തന്നെ കുറച്ച് ദൂരം നടന്നു പോരാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ മഴ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നകുലൻ അതാ ചെളിയും പിടിച്ച് പാൻറ്റൊക്കെ ഏതായാലും ആൾ ഊരിയിട്ടുണ്ട് കേട്ടോ, നടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ ഇവിടെ ആനയും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആയിരുന്നു എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോർഡും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്നും തന്നെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. അതിന് കുറച്ചുകൂടെ എനിക്ക് ഇത് കിട്ടാനുണ്ട്. അപ്പം പിന്നെ ഞാൻ വൈകാതെ ഇടാം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, കുട്ടികൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ തടിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ടാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ആനേനെ കയറ്റണേ. എങ്ങനെ സംഭവം ഒന്ന് മനസ്സിലാവണില്ല കേട്ടോ. അത് തടിയൊക്കെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ ഇളകണോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കുറേ കാലം ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇതാ പോരുന്ന വഴിയിൽ അവിടുത്തെ ആളുകൾ ഇതാ കണ്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. കാടിൻ്റെ മക്കൾ എന്നൊക്കെ പറയില്ലേ, കണ്ടോ, അവരെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ പോരുന്നുണ്ട്. ഇത് കാട്ടിൽ നിന്നാണോ അതോ നാട്ടിൽ നിന്നാണോ വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ശരിക്കും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഇതാ കണ്ടോ, ആ നിർത്തിയിട്ട ജീപ്പിൽ നിന്നാണ് അവരെല്ലാവരും ഇറങ്ങി വന്നത് കേട്ടോ. അത് ഇനി കാട്ടിൽ നിന്ന് തന്നെയാണ് തോന്നുന്നു കേട്ടോ, ഞാൻ അറിയില്ല. അതോ ഇനി കൂപ്പിൽ പണി കുറച്ച് ഉള്ളിക്കും അങ്ങനെ കൂപ്പുണ്ടോ ഒന്നും അറിയില്ല. ചിലപ്പോൾ മേ ബി അവിടെ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങോട്ട് ആൾക്കാർ കുറേ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 5 മണി വരെ ഉള്ളൂ ഇവിടെ നിർത്തുക. 5 മണി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല കേട്ടോ. അങ്ങോട്ട് കയറ്റി വിടൂല്ല. ഇവിടെ ഉള്ളവരെ അങ്ങോട്ട് പുറത്തേക്ക് ആക്കുകയും ചെയ്യും കേട്ടോ. കാരണം ജീവികളൊക്കെ ഉള്ളതല്ലേ, വന്യജീവികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ ആനേൻ്റെ സംഭവങ്ങളൊക്കെ ആയിക്കൂടെ ഇത് കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോന്നു. പിന്നെ അതായത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. ഇതെന്താ ക്വാർട്ടേഴ്സോ അതോ ഇനി എന്താ അറിയില്ല കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റിയ ഇതാണോ അതൊന്നും അറിയില്ല. അപ്പോൾ ആരും ഇല്ല എന്തായാലും. അത് പിന്നെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നതായിരുന്നു. അപ്പോൾ മക്കളൊക്കെ മീനുണ്ടോ എന്നൊക്കെ ഒന്ന് അങ്ങനെ പാളി നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. 5 മണി ഒക്കെ ആയപ്പോഴത്തേന് 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് ഒരു വണ്ടി പഞ്ചറാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് പോന്നു.
പിന്നെ ബാക്കിയുള്ളവരും ഇങ്ങനെ വിളിച്ചപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് പഞ്ചറായി എന്നൊക്കെ. എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കി തരണം കേട്ടോ. ഇപ്പോൾ പിന്നെ കമൻറ്റിൻ്റെ അടുത്തൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് തന്ന് എല്ലാവരും സപ്പോർട്ടാക്കണം കേട്ടോ. കമൻറ്റിൻ്റെ കൂടെ തന്നെ ഹൈപ്പും കൂടെ അടിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്